Hi everyone, welcome back. നമ്മൾ ചാപ്റ്റർ 2 അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചർ അതിലെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് പഠിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂവിലും നോക്കാം. ഓക്കെ, ഡിബഞ്ചർ ഇഷ്യൂവിന് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് അതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. ഒന്ന് ക്യാഷ് ആയിരിക്കും കൺസിഡറേഷൻ കിട്ടുന്നത്, മറ്റൊന്ന് ക്യാഷ് അല്ലാത്ത മറ്റൊന്ന് എന്തോ ആയിരിക്കും, മറ്റൊന്ന് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടും വരും. ഇങ്ങനെ 3 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പിന്നെ നോർമലി നമ്മൾ അതിന്റെ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ, ഡിബഞ്ചറിന് എത്രയാണ്, ഒരു യൂണിറ്റിന് എത്ര പ്രൈസ്, 10 രൂപയുടെ ഡിബഞ്ചർ 10 രൂപക്ക്, 10 രൂപയുടെ ഡിബഞ്ചർ 12 രൂപക്ക്, 10 രൂപയുടെ ഡിബഞ്ചർ 9 രൂപക്ക്, അങ്ങനെ വരുമ്പോൾ പാർ പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ വരുന്നു. അത് നമുക്ക് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ക്യാഷ്, ഇത് എക്സാക്ട്ലി നമ്മൾ ഷെയർ എന്നുള്ള ഷെയറിന്റെ ഇഷ്യൂ പഠിച്ചില്ലേ, അതേപോലെ തന്നെ മാറ്റമൊന്നുമില്ല. ഷെയർ എന്നുള്ളിടത്തൊക്കെ ഡിബഞ്ചർ എന്നാവും എന്നുള്ള ഒരേ ഒരു മാറ്റമുള്ളൂ. നമുക്ക് നോക്കാം. അപ്പം ഡിബഞ്ചർ നമുക്ക് ഒന്നെങ്കിൽ ലംസം ഒരൊറ്റ പേയ്മെന്റ് ആയിട്ട് വാങ്ങാൻ പറ്റും, അതേപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും വാങ്ങാൻ പറ്റും. ലംസ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബാങ്കിൽ വരും, ബാങ്കിൽ എമൗണ്ട് വരുന്ന സമയത്ത് ക്യാഷ്, ബാങ്ക് എന്ന അസറ്റ് കൂടും, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിബഞ്ചർ എന്ന ലയബിലിറ്റി കൂടും, ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് എന്താണ്, അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾസ് അല്ലെ, ഇതാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ നോർമൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ, ഷെയർ അപ്ലിക്കേഷൻ എന്നുള്ളതിന് പകരം ഡിബഞ്ചർ അപ്ലിക്കേഷൻ, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ. ഓക്കെ, അലോട്ട്മെന്റ് വരുമ്പോൾ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഡിബഞ്ചർ, അതിന്റെ ക്യാഷ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ഈ കോള് ഡിബഞ്ചർ കോൾ അക്കൗണ്ട് ടു ഡിബഞ്ചർ, ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ കോൾസ്, ഈ രീതിയിൽ വരും. ഇനി ഇഷ്യൂ അറ്റ് പാർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ദേവി ലിമിറ്റഡ് 20,000 ഷെയർ ഇഷ്യൂ ചെയ്തു, 11% ഡിബഞ്ചർ ആണ്. അതായത് 11% ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറിന്റെ മേലെ 11% ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതിലേക്കാണ് അത് വരുന്നത്. ഇച്ചിട്ട് പാറിൽ 100 രൂപയുടെ ഡിബഞ്ചർ ആണ്, പാറിനാണ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോള്, ഫൈനൽ കോള്. ഇതില് 20,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തെങ്കിലും 18,000 ഡിബഞ്ചറിന് അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഫുള്ളി അലോട്ട് ചെയ്തിട്ടുണ്ട്. ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞത്. സിമ്പിൾ ജേണൽ എൻട്രി ആണ്, ഞാൻ അതിന്മേൽ കൂടുതൽ മെനക്കെടുന്നില്ല. നോക്കാം എന്താണ് ജേണൽ എൻട്രി എന്നുള്ളത്. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എങ്ങനെ വരുന്നത്, 18,000 ഡിബഞ്ചറിന് 25 രൂപ വെച്ചിട്ട് 4,80,000. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു 11% ഡിബഞ്ചർ, സെയിം എമൗണ്ട് തന്നെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു 11% ഡിബഞ്ചർ, 18,000 ഇൻറ്റു 30 വരും, 18,000 ഇൻറ്റു 30. ഓക്കെ, ദെൻ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്, പിന്നെ ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു 11% ഡിബഞ്ചർ, ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഫസ്റ്റ് കോള്, ഡിബഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഡിബഞ്ചർ 11% ഡിബഞ്ചർ, ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഫൈനൽ കോൾ. ഈ രീതിയിൽ ആണ് ഇതിന്റെ എൻട്രി. ഇത് ഷെയർ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പുതുമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. നമ്മൾ അടുത്ത പ്രീമിയം എന്നുള്ള ആ ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യാണ് പോവാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അഡീഷണലി ഒന്നുമില്ല. ഒന്നും പറഞ്ഞു, ഷെയർ പഠിക്കാത്ത ആളുകൾ വന്ന് ഡിബഞ്ചർ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഷെയർ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഡിബഞ്ചർ ഓക്കെ ഡീല് ഓക്കെ ആയിരിക്കും, മനസ്സിലാവും കാര്യങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിബഞ്ചർ പ്രീമിയത്തിലാണെങ്കിൽ ഇതും ഷെയറിനെ പോലെ തന്നെ 100 രൂപയുടെ ഡിബഞ്ചർ 150-ന് കൊടുക്കുകയാണെങ്കിൽ അത് പ്രീമിയം ആണ്. അങ്ങനെ വരുമ്പോൾ എന്താവും, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇതാണ് എൻട്രി. ഓക്കെ, ഇത് ലംസം ആണെന്നുണ്ടെങ്കിലാണ് ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ പ്രീമിയം. ഉദാഹരണം 100 രൂപയുടെ ഡിബഞ്ചർ ആണെങ്കിൽ
150 കൊടുക്കണമെന്നുണ്ടെങ്കിൽ 150 വരും, ഡിബഞ്ചറിൽ 100 വരും, 50 സെക്യൂരിറ്റി പ്രീമിയത്തിൽ വരും. അത് ലംസ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എവിടെയാണോ ആ സ്ഥലത്ത് പ്രീമിയം വരും, അത്രേ ഉള്ളൂ. അലോട്ട്മെന്റ് ആണെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ടു സെക്യൂരിറ്റി പ്രീമിയം, അത് മണി റിസീവ് ചെയ്യുമ്പോൾ മുഴുവൻ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി. അതൊക്കെ ഷെയറിന്റെ എക്സാക്ട്ലി കോപ്പിയാണ്. സവേര ലിമിറ്റഡ് ഇഷ്യൂഡ് 8,000 ഡിബഞ്ചേഴ്സ് ഓഫ് 8,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് 110. 100 രൂപയുടേത് 110-നാണ്. അപ്പൊ ഇഷ്യൂ അറ്റ് പ്രീമിയം പേബിൾ ആസ് ഫോളോസ്. അപ്ലിക്കേഷൻ അലോട്ട്മെന്റിന്റെ കൂടെയാണ് എന്തുള്ളത്, ഈ 10 രൂപ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ എല്ലാം ഉണ്ട്. ഓൾ ഡിബഞ്ചേഴ്സ് വേർ അപ്ലൈഡ് ഫോർ ആൻഡ് അലോട്ടഡ് അക്കോർഡിംഗ്ലി, അത് കൃത്യമായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ മണി ഡ്യൂലി റിസീവ്, എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസസ് ഉണ്ട്, 8,000 രൂപ ഉണ്ട്. അത് റൈറ്റ് ഓഫ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രീസ് ബുക്ക് എൻട്രി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിന്റെ എൻട്രി നോക്കാം. 8,000 ഡിബഞ്ചറിനല്ല, ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഡിബഞ്ചർ അപ്ലിക്കേഷൻ 8,000 × 25 2 ലക്ഷം. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു 10% ഡിബഞ്ചർ 2 ലക്ഷം വന്നു. ഇനി അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റിൽ ശ്രദ്ധിക്കുക, അലോട്ട്മെന്റിൽ 40 രൂപ വരുന്നുണ്ട്. അതിൽ 30 ഡിബഞ്ചർ അക്കൗണ്ടിലേക്കും 10 സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കും പോകണം. ആ രീതിയിലാണ്. അപ്പൊ അതിന് ഡിബഞ്ചർ അലോട്ട്മെന്റ് 8,000 × 40 ടു ഡിബഞ്ചർ 8,000 × 30 ടു സെക്യൂരിറ്റി പ്രീമിയം, ഈ രീതിയിൽ വന്നു. ബാങ്കിലാകുമ്പോൾ ഈ 320 വരണം. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്. ഇനി ഫസ്റ്റ് കോള് ഇത് 8,000 × 20 വെച്ചിട്ട് 1,60,000. ബാങ്കിലും അതേ എൻട്രി വന്നു. പിന്നെ ഫൈനൽ കോൾ വന്നു. ഫൈനൽ കോൾ എന്താണ്, 8,000 × 25 2 ലക്ഷം 2 ലക്ഷം. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഫൈനൽ കോൾ 2 ലക്ഷം 2 ലക്ഷം. ഇത് സെയിം ഷെയർ ആയിട്ട് കണക്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡിബഞ്ചറിന്റെ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസസ്, അല്ലെങ്കിൽ എന്താണ് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 8,000 ചെയ്തു കൊടുത്തു. ഇത്രയാണ് പ്രീമിയത്തിന്റെ കാര്യം പറയാനുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ടിന്റെ ഇഷ്യൂവും കൂടെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പോകാൻ പറ്റും. ഇപ്പൊ ഡിസ്കൗണ്ട് എന്താ ഉണ്ടാവുക, ഡിസ്കൗണ്ട് കിട്ടാനുള്ളത് കുറയും. 100 രൂപേന്റെ ഡിബഞ്ചർ 90 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂ 100 തന്നെ കാണിക്കണം. അത് എങ്ങനെ ഉണ്ടാവുക, ബാങ്കിൽ നമുക്ക് 90 കിട്ടും, ഫേസ് വാല്യൂ എന്നുള്ള രീതിയിൽ ഡിബഞ്ചറിന്റെ വില 100. അപ്പൊ ക്രെഡിറ്റ് ചെയ്യാൻ 100 ഉണ്ട്, ഡെബിറ്റ് ചെയ്യാൻ 90 ഉള്ളൂ. അപ്പൊ ഡിസ്കൗണ്ട് ഒരു 10 രൂപയും വന്നു കഴിഞ്ഞാൽ അത് റെഡിയാവും. ഓക്കെ, ഇത് അലോട്ട്മെന്റ് ആണ്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം അലോട്ട്മെന്റിന്റെ കൂടെ ആണെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെന്റിൽ നമുക്ക് 90 രൂപ കിട്ടും, ഡിസ്കൗണ്ടിന്റെ 10 രൂപ ഉണ്ടാവും. പക്ഷെ ഡിബഞ്ചർ അക്കൗണ്ടിക്ക് 100 തന്നെ പോകണം. ഈ രീതിയിലായിരിക്കും എൻട്രി ഉണ്ടാവുക. ഇനി ബാങ്കിൽ വരുമ്പോൾ എന്ത് ചെയ്യും, കിട്ടാനുള്ള പൈസയെ വരുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഡിബഞ്ചർ അലോട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. മധു ലിമിറ്റഡ് ഇഷ്യൂഡ് 15% 11% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5. അതായത് 100 രൂപയുടെ ഡിബഞ്ചർ 95 രൂപക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, 25 അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഇതെല്ലാം കൂടെയാണ് വരുന്നത്. ഓക്കെ, 25 35 എത്രയാ, 60 60 100 ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, application were received for all debenture and these debentures were allotted accordingly. All money duly received. ഇങ്ങനെയാണുള്ളത്. അപ്പം ഇതിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്കൗണ്ട് യൂഷ്വലി അഡ്ജസ്റ്റഡ് ഇൻ അലോട്ട്മെന്റ് മണി. നോർമലി അലോട്ട്മെന്റ് മണിയിലാണ് എടുക്കുക. ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 5 ദ അലോട്ട്മെന്റ് മണി പേയബിൾ ഈസ് 35. ദിസ് ഗ്രോസ് എമൗണ്ട് എന്താണ്, 40 ആണ്. അപ്ലിക്കേഷൻ മണി ഈസ് 25. ഫസ്റ്റ് കോൾ ഇങ്ങനെയാണ്. ഫൈനൽ നോട്ട് എന്താണ്, നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഫൈനൽ കോൾ മണി എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഫൈനൽ കോൾ മണി 15 ആണെന്നാണ് പറയുന്നത്. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് കേട്ടോ. 25 30 35 എത്ര. ഇതിലെ ഇഷ്യൂ എന്താ വെച്ചാൽ ഇതിങ്ങനെ ഡയറക്റ്റ് 100 വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നില്ല എന്നൊക്കെ ഇവർ വെറുതെ പറയാണ്. അപ്പൊ ഇവരുടെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ഈ 20 എന്നുള്ളത് ഫൈനൽ കോൾ എന്താക്കി മാറ്റാനാ പറഞ്ഞത്, 15 ആക്കി മാറ്റാനാ പറഞ്ഞത്. ഇത് എവിടുന്ന് കിട്ടി, അത് അവിടെ ഇവരുടെ പ്രോബ്ലം നോട്ട് ഉണ്ട്. ഈ നോട്ടിൽ കണ്ടോ, ഡിസ്കൗണ്ട് യൂഷ്വലി അഡ്ജസ്റ്റഡ് ഇൻ അലോട്ട്മെന്റ് മണി
ആഫ്റ്റർ ഡിസ്കൗണ്ട് ആണ്, അതുകൊണ്ട് 40 ഉള്ള 35 ആക്കിയിട്ടുണ്ട്. അലോട്ട്മെന്റിന്റെ കൂടെ 35 ഉള്ളൂ, ഇതിൽ ഡിസ്കൗണ്ട് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ പിന്നെ ഫൈനൽ കോൾ മണി, ഹെൻസ് ഫൈനൽ കോൾ മണി നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് 15 ആണ്. ഫൈനൽ കോൾ മണി ഇവിടെ തന്നിട്ടുണ്ട്, ഫൈനൽ കോൾ മണി തന്നിട്ടുണ്ട്, അത് 15 ആക്കിയാൽ മതി. ക്വസ്റ്റ്യൻ അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് മാറിപ്പോയത്. അപ്പം ഇതിന്റെ ഉള്ളിൽ ഡിസ്കൗണ്ട് ഉണ്ട്, ഇത് യഥാർത്ഥത്തിൽ 40 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇൻക്ലൂഡിങ് ഡിസ്കൗണ്ട് എടുത്തിട്ട് ഇത് 40 ആയി കഴിഞ്ഞാൽ 100ലേക്ക് എത്തും ചെയ്യൂലേ, അങ്ങനല്ലേ വരുന്നത്. 25 35 60 വരും, 60 35 95. ഈ രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് ഡിബഞ്ചർ അപ്ലിക്കേഷൻ 3,75,000 3,75,000 അതെങ്ങനെ 15,000 × 25 ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എടുത്തു 11% ഡിബഞ്ചർ. ഇനി ഡിബഞ്ചറിന്റെ അലോട്ട്മെന്റിന്റെ ഇതെടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചർ അലോട്ട്മെന്റിൽ നമുക്ക് വരുന്ന പൈസ ചേങ്ങായി കോസ്റ്റ് ഇളമ്പാക്കി ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്തതനുസരിച്ച് പോവാന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞെങ്കിലും, ആ രീതിയൊക്കെ പറഞ്ഞെങ്കിലും ഈ 15 അല്ല, ഇവിടെ 30 പിന്നെ 5 ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിലാണ് എടുത്തത് കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 30 പിന്നെ 5 എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഒറ്റ മിനിറ്റ് കാണിച്ചു തരാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും, ഇതിൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണം ഫൈനൽ കോൾ കണ്ടോ, ഫൈനൽ കോൾ 20 ആക്കാൻ പറഞ്ഞാണ്ട് 15 ആക്കാൻ നോട്ടിൽ കൊടുത്തിട്ട് ഫൈനൽ കോൾ 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് റിവൈസ് ചെയ്യാം. എന്താ റിവൈസ് ചെയ്യേണ്ടത്? ഡിബഞ്ചറിൽ ടോട്ടൽ എമൗണ്ട് 35 തന്നെയാണ്, എന്ത് ഫേസ് വാല്യൂക്ക് 35 ആ രീതിയിൽ പോവാന്നുള്ളതാണ്. അപ്പൊ അത് ഫേസ് വാല്യൂക്ക് 30 എടുക്കാൻ പറ്റുള്ളൂ, 5 രൂപ അതിൽ ഡിസ്കൗണ്ട് കുറക്കാനാണ് പറഞ്ഞത്. നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലാക്കുക ഇവിടെ ഉള്ളത്, ഞാൻ പറഞ്ഞ പോലെ 30 to 5 എന്നാക്കുക കേട്ടോ. 30 ആണ് ഉള്ളത്, 5 രൂപ ഡിസ്കൗണ്ട് ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, 95 ആവുമല്ലോ. നോക്കാം, ഇത് 30 ആണ്, 5 രൂപ ഇതിൽ എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ വന്നാലേ ശരിയാവുള്ളൂ. 95 ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ 95 എത്തേണ്ടായിരുന്നു. ഫൈനൽ കോളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, നോക്കാം. ഇത് തെറ്റാണ് കേട്ടോ, ചെയ്തത് ശരിയായിട്ടില്ല. ഇതാണ് ബാങ്ക്. ഇതിലൊന്നും കുഴപ്പമില്ല. മറ്റോടത്ത് വരുമ്പം അലോട്ട്മെന്റിലേക്ക് വരുമ്പം 15,000 × 30 നമുക്ക് കിട്ടുള്ളൂ, 5 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഡിബഞ്ചർ അലോട്ട്മെന്റിലേക്ക് നമുക്ക് എത്ര വരിക, 15,000 × 35 വന്നാലേ ഫേസ് വാല്യൂ ഫുൾ ആവുള്ളൂ. ഓക്കെ, അതാണ് എൻട്രി. ഡിബഞ്ചർ അലോട്ട്മെന്റ് 15,000 × 30 4,80,000. ഡിസ്കൗണ്ട് ഒരു 5 ഉണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ 15,000 × 5 75 ടു ഡിബഞ്ചർ 5,75,000 എങ്ങനെ വന്നേ, 15,000 × 35. ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഡിബഞ്ചർ അലോട്ട്മെന്റ് ഡിസ്കൗണ്ട് കുറഞ്ഞിട്ടുള്ള പൈസ അല്ലേ വരുള്ളൂ, ആ എൻട്രി ചെയ്താൽ അവിടെ. ഓക്കെ, ഇനി ഫസ്റ്റ് കോളിന്റെ എൻട്രി ഉണ്ട് 15,000 × 20. ഞാൻ വീണ്ടും പറയുന്നില്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഫസ്റ്റ് കോള്. പിന്നെ ഫൈനൽ കോളിന്റെ എൻട്രി 20 വെച്ചിട്ടാണ്, 15 വെച്ചിട്ടല്ല. 3 ലക്ഷം 3 ലക്ഷം 3 ലക്ഷം 3 ലക്ഷം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആൻഡ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലേക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. ഈ ക്വസ്റ്റ്യനിലുള്ള ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുമാത്രമാണ്, ഇവരുടെ ഈ ഒരു 95 ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് 100 വന്നു, അതിൽ എവിടെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാലും ടോട്ടൽ ചെയ്യുമ്പോൾ 100 വരാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇവിടുത്തെ 35 എടുത്തിട്ട് 30 ആക്കി മാറ്റി, ഇതിൽ 5 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി മാറി, ഇതാണ് മാറ്റം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസറിനേറ്റ് ഈക്വൽ ആയി വരും. ഓക്കെ, എന്നാലേ ഡിസ്കൗണ്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.